വനിത നയിക്കട്ടെ എന്ന കാര്യമുണ്ടാവും. ശരി, നവമയിലേക്ക് വരാം. ശാന്തിവിള ദിനേശ് സിനിമ നിരൂപകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ ശാന്തിവിള ദിനേശ്, ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഈ ബാബുരാജ്, ഏറെ ആരോപണം കേട്ട ബാബുരാജ് അടക്കം പിൻവലിയുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് നോമിനേഷൻ പിൻവലിക്കുന്നു എന്നതാണ്. ഇവരെല്ലാം മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ അമ്മ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നണിയിൽ ഇപ്പോഴും ചരട് വലിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ തന്നെയാണോ? അതാണ് ഇവരുടെയൊക്കെ ഒരു ആശയവിനിമയത്തിൽ പൊതുവിൽ പ്രകടമാവുന്നത്. അങ്ങനെ താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആരുടെയെങ്കിലും പുറത്ത് ചാരാൻ എളുപ്പമാണ്. കാരണം ഇവരാരും പ്രതികരിക്കില്ല. ഇപ്പം മമ്മൂട്ടി കേരളത്തിലില്ല, മദ്രാസിലാണ്. മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കിലോ എന്തോ ആണെന്ന് തോന്നുന്നു. ഞായറാഴ്ചയുള്ള എൻക്ലേവിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ മോഹൻലാൽ പറഞ്ഞിട്ടാണ് ഞാൻ പിൻവലിച്ചത്, മോഹൻലാൽ പറഞ്ഞു നിങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടിയോ ഒന്നും സുരേഷ് ഗോപിയോ ഒന്നും ഇതിന് മറുപടി പറയില്ല. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. ഇപ്പൊ ജഗദീഷ് പറഞ്ഞിട്ടില്ലേ, മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ പറഞ്ഞാൽ ഞാൻ നോമിനേഷൻ പിൻവലിക്കാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞില്ലല്ലോ പിൻവലിക്കാൻ. പക്ഷെ ജഗദീഷ് പിൻവലിച്ചു. അതുപോലെ ബാബുരാജിന് സ്വന്തമായ തീരുമാനം എടുക്കുക. അയാൾ ഒരു അഡ്വക്കറ്റും ഒക്കെ അല്ലേ. അപ്പൊ അയാൾ ആ കേസുമായി ബന്ധപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ട സിദ്ദിഖ് അടക്കം, ഇടവേള ബാബു അടക്കം, ബാലചന്ദ്രൻ മേനോൻ അടക്കം, മുകേഷ് അടക്കം ഇവരെല്ലാവരും മാറി നിൽക്കുമ്പോൾ അയാൾ കഴിഞ്ഞ അഡ്വക്കറ്റ് കമ്മിറ്റിയിലും അയാൾ ഉണ്ടായിരുന്നു. അയാൾ അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ. അതിൽ ബാക്കിയുള്ളവരെല്ലാം മാറിക്കൊടുക്കുമ്പോൾ ഇയാൾ മാറിക്കൊടുക്കണ്ടേ? അതിലൊരു മാതൃക. അത് ചെയ്യാതെ അയാൾ വീണ്ടും മത്സരിക്കും എന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ വരിക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമല്ല, അതിനകത്തുള്ള പല കളികളിലും ബാബുരാജിന്റെ ബുദ്ധിയുണ്ടെന്ന് പറയുന്നു. ഞാൻ അമ്മ മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ അവിടെ പല നാമനിർദ്ദേശ പത്രികകൾ വന്നതും ചിലരുടെ വരാത്തതും ഒക്കെ ബാബുരാജിന്റെ കളികളാണെന്ന് പറയുന്നു. എന്തായാലും ബാബുരാജ് മത്സരിച്ചാൽ തോക്കുമെന്ന് ബാബുരാജിന് മനസ്സിലായി. കാരണം അല്ല എങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിഡ്ഢികളും അയാൾ മാത്രം ബുദ്ധിമാനാവൂലേ. അപ്പൊ അയാൾ ചെയ്ത നിലപാട് നല്ലതാണ്. കാരണം എല്ലാ പേരും മാറി നിൽക്കുമ്പോൾ ഈ പീഡന കേസ് ഒന്നാമത് ഈ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചില കൂതറകൾ ചെയ്യുന്ന കന്നന്തുരുക്കളാണെന്ന് ഞാൻ പറയും. കാരണം അടൂർ ഗോപാലകൃഷ്ണ സാറും മധു സാറും ഒഴിച്ച് ബാക്കി മലയാള സിനിമയിൽ ഏതാണ്ട് എല്ലാവരും എന്നെ പിടിപ്പിച്ചെന്നു സ്ത്രീ പറഞ്ഞതിലാണല്ലോ ഇവിടെ കേസൊക്കെ നടക്കുന്നത്. അപ്പോ ആ കേസിൽ ഇപ്പൊ അവര് പ്രതിയായി തിരിച്ച് മറിച്ചടിക്കുകയും ചെയ്തു. അത് പോട്ടെ. അപ്പൊ അങ്ങനെ ഒരു പരാതി വരുമ്പോ ഇടവേള ബാബു അടക്കം എല്ലാവരും മാറി നിൽക്കാമെന്ന് പറയുമ്പോൾ ഞാൻ മാത്രം മാറിയിരിക്കില്ല. അത് ഒന്നാമത് ബാബുരാജിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് അയാൾക്ക് ഈ പീഡന കേസിലെ പ്രതി മാത്രമല്ല, ഒരുപാട് വഞ്ചന തട്ടിപ്പ് കേസുകളിലും പ്രതിയാണെന്ന് പറയുന്നു. എന്തൊക്കെയോ വസ്തു ഇടപാടോ എന്തൊക്കെയോ ചെയ്ത് ഒരുപാട് വിവാദങ്ങളുടെ നായകനാണെന്ന് പറയുന്നു അയാൾ. എനിക്ക് പരിചയമില്ല, ഇതുവരെ ഞാൻ അയാളെ പരിചയപ്പെട്ടിട്ടില്ല, എനിക്ക് പരിചയപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരാളുമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാള് ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ഒരു കീ പോസ്റ്റിലേക്ക് കയറി മത്സരിക്കുന്നത് ശരിയല്ല. വീണ്ടും അമ്മയെ എടുത്തു കൊടുക്കാൻ, WCCക്കൊക്കെ എടുത്തു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അത് ബാബുരാജ് എടുത്ത നിലപാട് നല്ലതെന്ന് ഞാൻ പറയും. ഈ യഥാർത്ഥത്തിൽ ഈ അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് ഇതൊരു വലിയ അവസരം കൂടിയാണല്ലോ. കാരണം ഏറെ പഴി കേട്ടതിന് ചെഴിവിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് ശേഷം ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇപ്പോഴത്തെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത ശ്വേതാ മേനോൻ എന്നതുണ്ട്, ഒപ്പം ദേവനുണ്ട്. ഇവരുടെ ഒരു ശാക്തിക ബലാബലം അത് എത്രമാത്രമാണ്? അമ്മ തെരഞ്ഞെടുപ്പിൽ ദേവന്റെ പിന്തുണ എത്രമാത്രം ഉണ്ടാവും? ശ്വേതാ മേനോനിക്ക് ഒരു വനിത എന്ന രീതിയിലുള്ള അധിക പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ദേവൻ ദയനീയമായി പരാജയപ്പെടും. ദേവന് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരാളല്ല, ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹം ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു പാർട്ടി, കേരള വികാസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. ഞാനിപ്പോ കേരളം ഭരിക്കുന്ന പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് സോണിയാഗാന്ധിക്ക് ചെന്ന് കോൺഗ്രസ് എങ്ങനെ നന്നാവാമെന്ന് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോ BJPയിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് അമ്മയുടെ കാര്യത്തിലും. കാരണം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ദേവൻ മത്സരിച്ച ദേവൻ ആലോചിക്കണ്ടേ? ഞാനൊരു ജെന്റിൽമാനാണ്, പക്ഷെ ഞാൻ ജയിക്കില്ല എന്നുള്ളൊരു സ്വബോധം പുള്ളിക്കില്ല. അതാണ് പ്രശ്നം. പുള്ളി ദയനീയമായി തോക്കും. പുള്ളി മത്സരിക്കാതിരിക്കുന്നതായിരുന്നു ഭംഗി. ഇന്നലെ പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞത് തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ച് നിങ്ങൾ കേട്ടു നോക്കുക. എന്തൊക്കെയാ പുള്ളി പറയണേ? ഈ ഇലക്ഷനിൽ നിൽക്കുന്ന നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കാനായിട്ട് പത്രസമ്മേളനം ഒന്നും നടത്തരുത് എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞിട്ടില്ലേ, പത്രക്കാരില്ലെങ്കിൽ പിന്നെ നമ്മളെ ഈ വാർത്തയൊക്കെ പുറത്തെങ്ങനെ അറിയുമെന്ന്. ഇത് അമ്മയ്ക്ക് അകത്ത് നടക്കുന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മെമ്പർമാരെയല്ലേ അറിയിക്കാനുള്ളത്. അതിന് വരെ നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചല്ലോ പറയുന്നത്. അത് അറിയില്ല, പുള്ളിക്ക് കാര്യങ്ങൾ അറിയില്ല. അതാണ് പ്രശ്നം. അതായത് കാലഘട്ടത്തിന്റെ മാറ്റമൊന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈസി ആയിട്ട് ഞാൻ ജയിക്കുമെന്നാണ്. പുള്ളി ദയനീയമായി നാണം കെട്ട് തോക്കും. അത്രേ ഉള്ളൂ. അത് ശ്വേത തന്നെ ജയിക്കും. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ശ്വേത ജയിക്കും. വളരെ നന്ദി ശാന്തിവിള ദിനേശ്. എന്തായാലും അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലും സസ്പെൻസുകളാണ്. ഇനി 3 മണി വരെ സമയമുണ്ട്. ആരൊക്കെ പത്രിക പിൻവലിക്കും? എന്താണ് അവസാനഘട്ട മത്സര ചിത്രം? ഓഗസ്റ്റ് 15-ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നതുവരെ നിർണായകമായ ചില നീക്കങ്ങളൊക്കെ അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ സങ്കീർണമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും നീക്കങ്ങളും ഒക്കെയാണ്, ചരടുവലികളും ഒക്കെയാണ് അമ്മ താരസംഘടനയിലും നടക്കുന്നത്. ഇടവേളയാണ്. മടങ്ങി.